ഹായ് എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റിയിലെ ഒരു ടോപ്പിക്കാണ്. ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ തന്നെ ബാക്ക് ബോൺ എന്നാണ് അറിയപ്പെടുന്നത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം. സോ ഇറ്റ് ഡിഫൈൻസ് ഹൗ അവർ കൺട്രി ഫങ്ഷൻസ്, ഹൗ ദി സിറ്റിസൻസ് റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ്. നമുക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് 26 നവംബർ 1949 ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് 1950 ജാനുവരി 26 ഓക്കെ. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ഡ്രാഫ്റ്റ് ചെയ്തത്. ഇതിന്റെ കാലയളവ് എന്ന് പറയുന്നത് 2 വർഷവും 11 മാസവും 18 ദിവസമാണ് എടുത്തത് ഇതൊന്ന് ഡോക്യുമെന്റ് ആയിട്ട് വരാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇതൊരു കാരണം ഇതൊരു ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഇതൊരു ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ 448 ആർട്ടിക്കിൾസും 25 പാർട്സും 12 ഷെഡ്യൂൾസും ആണുള്ളത്. ഇറ്റ് കവേഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മുതൽ ഒഫീഷ്യൽ ലാംഗ്വേജ്, നമ്മുടെ ഔദ്യോഗിക ഭാഷകൾ വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എഴുതപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യ ഇസ് എ ഡൈവേഴ്സ് കൺട്രി, സോ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചത്. ഓക്കെ. അടുത്തൊരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. അമെൻമെന്റ്സിന്റെ കാര്യം, ഭരണഘടനാ ഭേദഗതിയുടെ കാര്യമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ഇതൊരു സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ് അല്ലെ. സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. ചില ഏരിയയിൽ സിമ്പിൾ മെജോറിറ്റി മതിയായിരിക്കും. അതാണ് ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റം. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു ഫെഡറൽ സിസ്റ്റം ആണ്. ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് എന്ന് പറയുന്നത്. അതായത് ദി പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. അധികാരം എന്ന് പറയുന്നത് സ്റ്റേറ്റിനും സെന്ററിനും, കേന്ദ്രത്തിനും സ്റ്റേറ്റ്സിനും വിഭജിച്ചിരിക്കുന്നു അധികാരം. പക്ഷെ ചില അവസരങ്ങളിൽ അടിയന്തര അവസ്ഥ പോലുള്ളത് പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ, എമർജൻസി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, കൂടുതൽ പവർ ആർക്കായിരിക്കും? ആസ് യൂഷ്വൽ കേന്ദ്രത്തിനായിരിക്കും അല്ലെ. അപ്പോൾ കൂടുതൽ പവർ, കൂടുതൽ അധികാരം കേന്ദ്രത്തിനായിരിക്കും ഡ്യൂറിങ് എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ. അടുത്തൊരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്. പാർലമെന്ററി സിസ്റ്റത്തിൽ എന്താണ്, പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു നോമിനൽ എക്സിക്യൂട്ടീവും ഒരു നാമമാത്ര എക്സിക്യൂട്ടീവും, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് റിയൽ എക്സിക്യൂട്ടീവും ആയിരിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്തൊരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ് അല്ലെ. ഇന്ത്യ ഹാസ് എൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. സോ ഇറ്റ് ഈസ് എ സേഫ് ഗാർഡ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്താ പറയാ, ഒരു സേഫ് ഗാർഡ് ആയിട്ടാണ് ഈ ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത് അല്ലെ. അത് സുപ്രീം കോർട്ടാണ് അല്ലെ. ഓക്കെ. സോ ഇറ്റ് ഹാവ് ദി പവർ ടു ജുഡീഷ്യൽ റിവ്യൂ. അടുത്തൊരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് തന്നെ സോൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ ആത്മാവെന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത്. ഓക്കെ. ഇറ്റ് ഗ്യാരണ്ടീസ് വാട്ട്? ഇറ്റ് ഗ്യാരണ്ടീസ് ഈക്വാലിറ്റി, ഫ്രീഡം ആൻഡ് പ്രൊട്ടക്ഷൻ. ദെൻ DPSP എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിനെ വെൽഫെയറിനെ പറ്റിയിട്ട് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അത് നമ്മുടെ ഓരോ പൗരന്മാരെയും നമ്മുടെ ഡ്യൂട്ടീസിനെ പറ്റിയിട്ട് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ബേസിക് ഡ്യൂട്ടീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ. ഇത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിഫൈസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഭരണഘടനയുടെ ആമുഖം എന്നാണ് അറിയപ്പെടുന്നത് പ്രിയാമ്പിൾ അല്ലെ. ഇറ്റ് ഡിക്ലയർസ് വാട്ട്? ഇറ്റ് ഡിക്ലയർസ് India is a sovereign, socialist, secular and democratic republic. These 5 words summarize our India's spirit. So it's very important, preamble. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബോറോഡ് ആണ്. പല ഫീച്ചേഴ്സും പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. USA, UK, കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. UK ആണെന്നുണ്ടെങ്കിൽ
നമ്മുടെ പാർലമെന്ററി സിസ്റ്റം അത് UK നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. യു എസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ, ഇതൊക്കെ ആ ഫീച്ചേഴ്സ് ഒക്കെ USA നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കാനഡയിൽ നിന്ന് ഏതാണ്? കാനഡയിൽ നിന്ന് ഫെഡറൽ സ്ട്രക്ചർ വിത്ത് എ സ്ട്രോങ് സെന്റർ, അത് കാനഡയിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ ഇൻ ദി നെക്സ്റ്റ് സെഷൻ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് സെഷൻ.